ഞങ്ങളിപ്പോ നേപ്പാൾ ട്രിപ്പൊക്കെ കഴിഞ്ഞത് ഇന്ത്യയിൽ എത്തിട്ടോ. ഇന്ത്യയില് വെസ്റ്റ് ബംഗാളിലാണുള്ളത്. എന്റെ സൈഡിൽ കണ്ടു ഇങ്ങനെ റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ തേയിലത്തോട്ടം. ഇത് ഇങ്ങനെ പരന്ന് 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 അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ കിടപ്പുണ്ട്. റോഡ് ഇങ്ങനെ നടുക്കോടെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ പോകാൻ പോകുന്നത് എവിടേക്കാ? ലങ്കപ്പാറ വ്യൂ പോയിന്റ്. അതായത് ഭൂട്ടാന്റെ ബോർഡറിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലങ്കപ്പാറ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളൊക്കെ എടുത്തിട്ട് ലങ്കപ്പാറയ്ക്കുള്ള ട്രിപ്പിലാട്ടോ. വന്ന് ഇറങ്ങിയ വേണം നമ്മൾ എന്താ ചെയ്യുന്നത്? ഫുഡ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ചിക്കൻ മോമോസ്. ഇവിടെ ചിക്കൻ മോമോസിന് ഭയങ്കര റേറ്റ് കുറവാണല്ലേ? 50 രൂപ ഉള്ളൂ. അടിപൊളി. ഫുള്ള് കാട്ടുപ്രദേശം കേട്ടോ. ഭൂട്ടാനിൽ പോവാ. ഭൂട്ടാനിൽ കേറുമല്ല, പക്ഷെ ഭൂട്ടാന്റെ അടുത്ത് വരെ നമ്മൾ പോകും. ഭൂട്ടാനിൽ കേറാൻ പറ്റുമോ? എങ്ങനെ? ഇന്ന് നമ്മള് ഭൂട്ടാനിൽ കേറും. സൈക്കിളും കൊണ്ട് കേറും. എങ്ങനെ കേറും? അതൊക്കെ ഉണ്ട്, വഴിയെ മനസ്സിലാവും. അപ്പൊ ഒന്ന് എന്നോടൊന്നും പറഞ്ഞല്ല. എന്നിട്ട് ഞാനിങ്ങനെ പൊട്ടിയെ പോലെ പുറകെ നടക്കേണ്ടി വരും. ഇത് കണ്ട് ഇപ്പറ സൈഡിലുണ്ടല്ലോ ഈ കാട് പിടിച്ചെടുക്കുന്ന എന്താണെന്നറിയോ? ശരിക്കും എന്താന്നറിയോ? തേയിലത്തോട്ടം ഉണങ്ങി വരണ്ട് കിടക്കുന്ന. അതെ, അപ്പുറ സൈഡിൽ അത് മറ്റേ കിളുന്ത് ചെക്കോളുന്ത് ഇവരെന്ത് ചെയ്യും? കട്ട് ചെയ്യും ഫുള്ളായിട്ട്. അത് തന്നെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കന്നെ പിന്നെ പുതിയ തളിര് വരും. അപ്പൊ ഈ ഫ്രഷ് തളിര് വെട്ടിയിട്ട് അടിപൊളി തേയില ഉണ്ടാകും. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിലൊക്കെ വരുന്ന തേയില. ഇവനെ നല്ല തേയിലത്തോട്ടിലും മണിക്കിട എല്ലാം കൃത്യമായിട്ട് അറിയാം. ഞാൻ എവിടെ ഉള്ളതെന്ന് അറിയാവോ? ഞാൻ ഭൂട്ടാനിലാട്ടോ. ഭൂട്ടാൻ ബോർഡർ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഫുൾ ട്രക്കുകളും ഫുൾ പാറമടയും. അതുപോലെ റോഡൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലെ പാറമടയിലേക്ക് പോകുന്ന റോഡ് കാണാറില്ലേ? ചെളിക്കുണ്ട് പിടിച്ചിട്ട് അതുപോലെയുള്ള റോഡുമാണ്. ഇങ്ങനെ ഉണ്ട്. വെറുതെ അയ്യോ ഒരു എക്സ്പീരിയൻസ് ആയി. ഇവിടെയൊക്കെ ഫുള്ള് മലകളാണ്. മല കയറി പോകണം. പക്ഷെ ആൾക്കാർ പോലും ഇല്ല അല്ലേ? ഫുള്ള് ട്രക്ക് ഡ്രൈവേഴ്സും മാത്രം ഉണ്ടോ? നമ്മളിവിടെ കയറാൻ എന്താ ചെയ്തേ? പാസ്പോർട്ട് കൊടുത്തു. പിന്നെ പാസ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. സൈക്കിളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ. ഇത് ഏത് ബോർഡർ ആണെന്നറിയാവോ? ഇത് ബീർപാറ എന്ന് നമ്മള് ലങ്കാപ്പാറ വന്നു കഴിയുമ്പോ അവിടെയുള്ള ഭൂട്ടാൻ ബോർഡർ ആണ്. ഇവിടെ വന്നു കഴിയുമ്പോ നമ്മുടെ വണ്ടി സൈക്കിളൊന്നും കയറ്റി വിടില്ല. ട്രക്ക് മാത്രം കയറ്റി വിടും. ഇവിടുത്തെ ആൾക്കാര് ഭൂട്ടാനത്തെ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ വിടും. അതുപോലെ നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സാധനം തന്നു. അത് വെച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തരാം. അത് തിരിച്ചു പോകുമ്പോ നമ്മള് തിരിച്ചു കൊടുക്കണം ഈ സാധനം. ഉണ്ടോ? കാഷ്വൽ വിസിറ്റ് കാർഡ്. തിരിച്ച് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ? സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല. തിരിച്ചു പോകേണ്ടി വരും. നാളെ നമുക്ക് ആ മുകളിൽ കൂടെ ഉള്ള റോഡിലുള്ള ഇറങ്ങി വന്നപ്പോഴേ കുറെ ചേട്ടന്മാരെ കണ്ടു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞു താഴെ പോയാൽ ഗ്രാമം കാണാന്ന്. ശരിക്കും ഗ്രാമമൊന്നുമല്ല, കുറച്ച് വീടുകൾ, ഓഫീസേഴ്സിന്റെ വീടൊക്കെയാണ്. കുറച്ച് പിള്ളേരെയൊക്കെ കണ്ടു. ആൾക്കാരൊന്നും വേറെ ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ഇതുപോലെ 5-6 ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതല്ലാതെ വേറെ ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് വീടുകളും പിള്ളേരൊക്കെ കണ്ടു. കുറേ വീടുണ്ട്. ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടത്തെ വീട് പോലൊക്കെ തന്നെ അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. ഇതല്ല, എനിക്ക് ഈ ക്വാർട്ടേഴ്സ് ടൈപ്പ് വീടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീട് എല്ലാം ഒരേപോലെ നോക്കി കണ്ടോ? സൈക്കിൾ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ സൈക്കിള് പഠിച്ച കാലഘട്ടം ഓർമ്മ വരുന്നു. അത് നോക്കിയൊക്കെ പറന്നൊക്കെ വരുന്നത് അവിടെ നിന്ന്. നമ്മൾ ആദ്യം കയറി വന്ന വഴി ഇതാട്ടോ. അപ്പുറം അതിന്റെ മുകളിൽ കൂടെ റോഡുണ്ട്. ആ റോഡ് അങ്ങ് പോവും. പക്ഷെ നമ്മളങ്ങനെ നടന്നില്ല. റോഡ് ഒട്ടും കൂടെ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാട്ടോ. കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ടാ കയറി. ഒരു 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. കുറെ നേരമായി. ആക്ച്വലി ഇവിടെ ഒന്നും അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ മാത്രം ഒന്നും ആളുകളും ഇല്ല സംസാരിക്കാൻ. അപ്പൊ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങി ഇനി നേരെ ലങ്കാപ്പാറ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയും കൂടിയും പോവും. എന്നിട്ട് അവിടെ നേരെ തിരിച്ച് നമ്മള് വീണ്ടും ബീർപ്പാറയില്. അതെ, ലങ്കാപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ടാണിത്. ഇതിൽ നമ്മൾ നല്ല റോട്ടിൽ കൂടെ ആയിരുന്നു വന്നേ. ഇപ്പം
വഴി കുറച്ച് മോശമാണ്. ഇതിലൂടെ ഇങ്ങനെ കയറി പോയാലാണ് വ്യൂ പോയിൻ്റ് എത്തുള്ളൂ. നമ്മൾ വന്നത് ഇതുപോലുള്ള വഴി കൂടിയിട്ട് കുറച്ച് ദൂരമുള്ളൂ, എന്നാലും കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. ഇതാ ഇവിടെ നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ നിന്നാണല്ലേ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. പശുവൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടൊരു കുട്ടിനെ എൻ്റെ കൂടെ വരാനാണ് തോന്നുന്നത്. സൈക്കിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. പോവാല്ലേ അപ്പം? ഇതായിട്ട് നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ട്. സൈഡിൽ ഇങ്ങനെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. ഇതുപോലെ കൊടി കുത്തി വെച്ചിട്ട് എന്തിനാണെന്നറിയാവോ? വഴി തെറ്റിപ്പോയിരിക്കാനായിട്ട്. വഴി തെറ്റാനൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഉള്ളത്. ഈ വഴി ഇങ്ങനെ പോയി കറങ്ങി കയറണം അല്ലേ? അത്രയ്ക്ക് വേണോ? അതിൽ കയറാൻ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ കുത്തനെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയാം. നോക്കാം എന്തായാലും. ചേച്ചി ചേട്ടന്മാർ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. എത്ര? 15 വർഷം. ഞാൻ 15 വർഷമായി ഇവിടെ. മലയാളം നല്ലോണം പറയുന്നുണ്ട്. ഇല്ല, അടിപൊളിയാ. ഇവരൊക്കെ ഞങ്ങളെ നോക്കി നിൽക്കായിരുന്നു. 11:30 എത്തുമെന്ന് പറഞ്ഞതാവല്ലോ. ഞങ്ങള് മറ്റേ ഇവിടൊക്കെ പോയി, ഭൂട്ടാൻ ബോർഡറിലൊക്കെ കേറി. അപ്പൊ സമയം ലേറ്റ് ആയി. ഇതൊക്കെ ഭൂട്ടാനാണ് അറിയാം. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഭൂട്ടാൻ, ബാക്കി നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. പിന്നെ മേലൊക്കെ പോവാണെങ്കിൽ പോയിക്കോട്ടെ. അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അല്ലേ? വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. കറങ്ങി പോയി. ഇപ്പൊ എന്നാ പോണേ തിരിച്ച്? ഞങ്ങള് നാളെ മറ്റന്നാളായിട്ട് ഇവിടുന്ന് പോകും. ബീർപ്പാറ ലാസ്റ്റ് ഐ ഹോസ്പിറ്റലില്ലേ? അവിടെയാ. ഇല്ല, അടിപൊളിയാ. ഇതാ ഞങ്ങക്ക് ബിസ്ക്കറ്റ് ഒക്കെ വരുന്നതാക്കി മേടിച്ചു തന്നു. ബിസ്ക്കറ്റ്, പെപ്സി ഇതൊക്കെ വരുന്നതാക്കി മേടിച്ചു തന്നു. ഒരു വർഷമായിട്ടുള്ളൂ. ഇത് വന്നിട്ടില്ല. ഞാൻ എത്ര വർഷം അവിടെ ലീവിന് വന്നു. ഞാൻ ശരിക്കും പറഞ്ഞു വർഷത്തിൽ ഒരു പ്രാവശ്യം പോയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പുതിയതായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പം അതാണ് ഞാൻ വന്നത്. ഫാമിലി ആണോ ഇതൊക്കെ? നിങ്ങൾ പോയിട്ട് അവിടെ പോയി പറയണം എങ്ങനെയൊക്കെ. അതെ, വ്ളോഗ് ഉണ്ട്. വ്ളോഗില് എടുക്കും. എന്താ പേര്? വാണ്ടറിംഗ് നോമാഡ്. ഇവിടുത്തെ ആളാട്ടോ, മലയാളം പിന്നെയും പറയുന്നുണ്ട്. എവിടെ? കൊച്ചിയില്? പാലരുവട്ടം. ഇപ്പൊ ഇവിടെയാണ് നാട്? ഇവിടെ തന്നെ? ഇവിടെ വെറുതെ ഇടക്കിടക്ക് വരും. ഓക്കെ, കണ്ടത് സന്തോഷം. ഇവരറിയുന്നോ? അടിപൊളി. ഇവിടെ ഫുള്ള് ടീ പ്ലാന്റേഷൻ അല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ. പിന്നെ അത്ഭുതം എന്താ വെച്ചാല് വരുന്ന വഴിക്ക് മൊത്തം ഇതേപോലെ മലയാളം സംസാരിക്കും. ഞങ്ങൾ 2 പേര്. 4 മാസമായി. ഓക്കെ. നമ്മള് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്ക്, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ വിഷമിച്ച് നടക്കുന്നത്? സ്പേസ് ഫുള്ളായി. അതാണ് വിഷമം. ഇവരെ ഓർത്തിട്ടും വിഷമം. ഇവര് നമ്മളെ കൊറേ നേരം കാത്തു നിന്നു. പാവണ്ടാവും. എത്ര സമയം? 11:30 എന്ന് പറയുന്നേരം 12:30, 1:30, 2:30, 3:30, 4:30 മണിക്കൂർ ഇവര് വെയിറ്റ് ചെയ്തെന്ന് പറയുന്നേരം. പക്ഷെ ഇവര് ഇവിടുത്തെ ആൾക്കാരെ തന്നെയാ. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിച്ചു. പക്ഷെ ഇവരിങ്ങനെ ഇടയ്ക്ക് വരൂലല്ലോ, നമുക്ക് വേണ്ടിട്ട് ഇവര് ഇവിടം വരെ വന്നതാട്ടോ. പക്ഷെ നമ്മൾ അറിയാത്തോണ്ട്, നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അറിയെങ്കിൽ നമ്മൾ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരുമായിരുന്നു. ഭൂട്ടാൻ ബോർഡറിലേക്ക് ഒന്നും പോയില്ല. അവിടെ പോയതാണ് സമയം ലേറ്റ് ആയത്. എന്ത് ചെയ്യാനാ, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അവരോർത്തിട്ട്. നമുക്ക് ഇവിടെ സ്വീകരണമൊക്കെ ഉണ്ട്. സംഭവം ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് സങ്കടമാവുന്നു. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് ഈ താഴെ കാണുന്നൊരു പുഴയാട്ടോ. ഈ പുഴയുടെ അപ്പുറം എന്താണെന്നറിയോ? ഈ പുഴയുടെ അപ്പുറം ഭൂട്ടാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇത് ഇന്ത്യ. അപ്പുറം സൈഡിൽ ഭൂട്ടാൻ. കൊള്ളാമല്ലോ പരിപാടി. പക്ഷെ ഇപ്പോൾ പുഴയിൽ വെള്ളമൊന്നുമില്ല, കണ്ടോ? ഫുള്ള് മണൽ മാത്രമേ ഉള്ളൂ. അപ്പുറം സൈഡ് നോക്കി ഇങ്ങനെ മറ്റേ കടൽ തീരമൊക്കെ കിടക്കുന്ന പോലെ കിടക്കുന്നത്. ഇതുകൊണ്ട് ഈ തേയിലത്തോട്ടത്തിനകത്തായിട്ട് ഇത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് രസമാണല്ലോ കാണാൻ. ഇത് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഹോളിഡേ ഒന്നും അല്ല, എന്നാൽ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട്.
ഇങ്ങനെ ചെറുതായിട്ട് വന്നൊരു പിക്നിക്ക് നടത്താൻ പറ്റിയൊരു പിക്നിക് സ്പോട്ടാട്ടോ ഇത് അല്ലേ? ഇഷ്ടപ്പെട്ടു സ്ഥലം? ഇവിടുത്തെ റേറ്റ് നമുക്കല്ല, നമുക്കെല്ലാം ഫ്രീ ആയിരുന്നു അല്ലേ? എല്ലാം ഫ്രീ ആയിരുന്നു. ഇതായിട്ട് നമ്മൾ ആദ്യം കണ്ട നദി, ഇത് സംഭവം വലിയ നദിയാണ്, പക്ഷെ വെള്ളമില്ലാന്ന് ഒറ്റ പ്രശ്നമുള്ളൂ. ഉണ്ടോ? കൊള്ളാല്ലേ. ഇതിൻ്റെ മുകളിലൊരു വാച്ച് ടവർ ഉണ്ട്, നോക്കി. നീ കയറുമോ എൻ്റെ മുകളില്? വായി ഞങ്ങൾ കയറി നോക്കട്ടെ എന്താ സംഭവം കാണാൻ. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി വ്യൂ ഞാൻ കാണിച്ചു തരട്ടെ. നോക്കിക്കേ, നോക്ക് ഗായ്സ്, നോക്ക് നോക്ക് നോക്ക്, എന്ത് രസാന്നറിയോ കാണാനായിട്ട്. Oh my God. ഇതിൻ്റെ മുകളിൽ ഒരു ശിവൻ്റെ പ്രതിമയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറേണ്ടി വരും, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുന്നില്ല. ആളുകളൊക്കെ കയറുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ തിരിച്ചിറങ്ങും കേട്ടോ. എല്ലാവരും ഇവിടെ കൂട്ടം കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാ ഈ പുള്ളിയുണ്ട് ഇവിടെ തന്നെ. എന്തായാലും നല്ല സന്തോഷത്തുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഫുള്ള് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അവിടെ ബസാറിൽ. എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നൊരു ദിവസം കൂടിയാണ് ഇത്. കാരണം ഇന്ന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. 5 കണ്ടോ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം പോകണ്ടേ? രാത്രി അതിന് മുമ്പ് പോകണം. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ. ചെക്കന്മാരൊക്കെ നമ്മളെ നോക്കി നിൽക്കുക കേട്ടോ. ചെക്കന്മാർ ഈ പുള്ളിയൊക്കെ ഇതിനകത്തുള്ള പുള്ളിയൊക്കെ മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്ര ആൾക്കാരാണ് നമ്മളെ കൂട്ടം കൂടി നിൽക്കുന്നത്. സന്തോഷമായോ? ബ്ലോക്കായി നമ്മളിവിടെ നിന്നിട്ട്. ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് പോലെ ആയി. അപ്പം നമ്മളിവിടെ ലങ്കപ്പാറ പോയതും ആ വഴിയിലുള്ള ഭൂട്ടാൻ ബോർഡർ കയറി കൊറേ മലയാളികളെ കണ്ടതും ഭൂട്ടാന്റെ ബോർഡറിന്റെ ഉള്ളിൽ അകത്ത് ഭൂട്ടാന്റെ ഉള്ളിൽ കയറി ചെറിയ ഗ്രാമം കണ്ടതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മള് അടുത്ത പോകാൻ പോകുന്ന ജയ്ഗോണിലേക്കാട്ടോ. അതായത് ഫുൻസിലിംഗ് എന്ന് പറഞ്ഞ ഒരു ബോർഡറാണ് ഭൂട്ടാനുള്ള, വലിയൊരു ബോർഡർ ആട്ടോ, വെസ്റ്റ് ബംഗാളില്. അപ്പം നമ്മള് ഇനി അവിടെ പോകുന്ന കാഴ്ചയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ആ വീഡിയോയിൽ കാണുന്നവരെ ബൈ.